ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മഴതൂര് മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒറിജിനൽ അപ്കമിങ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ വൈജയന്തിയാണെന്നുണ്ടെങ്കിലും എല്ലാവരും കൂടി തന്നെ തോൽപ്പിക്കാനുള്ള പുറപ്പാടാണ്. വരട്ടെ എല്ലാവരും, ആർക്കും ഞാൻ ഇനി ഇവിടെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അലീനെ പോയതിൻ്റെ ദേഷ്യം എന്നോട് എല്ലാവരും തീർക്കുന്നത് എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ മക്കൾ, ഞാൻ പറഞ്ഞ വരയുടെ അപ്പുറത്ത് പോകാത്ത എൻ്റെ മക്കള് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു അനുസരണ അവർക്കില്ല. എല്ലാത്തിനും കാണാം അവളാ, ആ വേലക്കാരത്തി അനാഥ പെണ്ണ് അലീന. അവളുടെ പേര് ഞാൻ എന്നേക്കുമായിട്ട് ഇവിടുന്ന് തേച്ചു മായച്ച് കളയുന്നൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി പിറുപിറുത്തോണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ രാത്രി ആകുമ്പോഴേക്കും സ്റ്റാൻലിയും നമ്മുടെ ഒത്തുകുട്ടി അച്ചാനും കൂടി ഒന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ചധികം തന്നെ നമ്മുടെ സ്റ്റാൻലി അന്ന് മദ്യപിക്കുന്നുണ്ട്. ആ സമയത്ത് അപ്പച്ചൻ പറയണ്ട്, എടാ നീ എന്തിനാടാ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ മദ്യപിക്കുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, മുമ്പത്തെ പോലെ അല്ല നീ. ദേ ഇപ്പൊ ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട്, അവൾക്ക് ഇതൊന്നും ഇഷ്ടമാവില്ല അച്ഛാ. അപ്പ ഞാനിത് സന്തോഷം കൊണ്ട് മദ്യപിക്കുന്നതാണ്. അപ്പം കണ്ടില്ലേ, 23 വർഷം മുമ്പ് എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടി. ആർക്കെങ്കിലും ഇങ്ങനത്തെ സൗഭാഗ്യം കിട്ടുമോ അച്ഛാ? ആർക്കെങ്കിലും ഇതുപോലൊരു ഭാഗ്യം കിട്ടുമോ? തൻ്റെ മകള്, അതും എന്തു നല്ല പെൺകുട്ടിയാണ് അവള് അച്ഛാ. എൻ്റെ മകളെ അച്ഛന് ഇഷ്ടപ്പെട്ടില്ലേ അച്ഛാ? നല്ല സുന്ദരിയല്ലേ അച്ഛാ എന്ന് പറയുമ്പോഴേക്കും, അതേടാ അവള് നല്ല സുന്ദരിയാണ്, സ്വഭാവം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ഒക്കെ സുന്ദരിയാണ് എന്ന് പറയാണ്. അതെ, അവളെല്ലാം കൊണ്ടും മിടുക്കിയാണ് അല്ലേ അപ്പച്ച? അതെ, അവള് മിടുക്കിയാടാ, നല്ല ബഹുമിടുക്കി എന്ന് പറയുമ്പോൾ, അതെ എൻ്റെ മകളുടെ പേര് അലീന, അലീന സ്റ്റാൻലി. അപ്പച്ച, ഞാൻ എൻ്റെ മകളുടെ പേര് മാറ്റാൻ വേണ്ടി പോവാ. അതെന്തിനാണ് മാറ്റുന്നത്? അലീനാന്ന് നല്ല പേരല്ലേ? അതെ, നല്ല പേരാ. പക്ഷെ എൻ്റെ മകൾക്ക് വെറും അലീനാന്ന് മാത്രം പോരാ. എൻ്റെ മകൾ ആരാണ്? രാജകുമാരി, രാജകുമാരിയാ എൻ്റെ മകള്. അപ്പോ പ്രിൻസസ്, അതെ പ്രിൻസസ് ആണ് എൻ്റെ മകൾ, പ്രിൻസസ്, പ്രിൻസസ് സ്റ്റാൻലി എന്നൊക്കെ പറഞ്ഞ ഒച്ചത്തിൽ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഔത്തുക്കുട്ടി പറയണ്ടേ, എടാ ലാലിച്ച, നീ കുറച്ചധികം മദ്യപിച്ചിട്ടുണ്ട്. ദേ ഇനിയിപ്പോൾ ഒന്നും മദ്യപിക്കേണ്ട, ഇനിയിപ്പോൾ നേരെ പോയി കിടന്നുറങ്ങാൻ നോക്ക്, ഇന്നത്തെ കോട്ട കഴിഞ്ഞു. അത് അപ്പച്ചനങ്ങ് പറഞ്ഞാൽ മതിയോ? അപ്പച്ചൻ നിർത്തിയെങ്കിൽ നിർത്തിക്കോ, കുഴപ്പമില്ല. അപ്പച്ചനെ പേടിയാണല്ലോ എൻ്റെ മോള്, അപ്പച്ചന് നല്ല പേടിയാണല്ലേ. പേടിയോ? എനിക്കോ? എനിക്കറിയാം അപ്പച്ചൻ്റെ ചിന്നമ്മേനെ പേടിയാണ്. പക്ഷെ എനിക്കവളെ പേടിയില്ല അച്ഛാ, എനിക്ക് പേടിയില്ല അപ്പാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പനെ എൻ്റെ മോൾ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി വന്നതല്ലേ, എന്നിട്ട് പുറത്താക്കിയിട്ട് ഉച്ചക്ക് മുമ്പേ പുനലൂർക്ക് പോകുന്ന അപ്പച്ചനാണ് ദേ ഇപ്പൊ ഇവിടെ തന്നെ നിൽക്കുന്നു. അതിന് കാരണം എൻ്റെ മോളല്ലേ, ചിന്നമ്മയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതേടാ എനിക്ക് നിന്റെ മോളെ ചിന്നമ്മേനെ കണ്ട് കൊതി തീർന്നില്ല. നീ അവളെ പ്രിൻസസ് ആക്കിയാലും അലീന ആക്കിയാലും അവൾ എൻ്റെ ചിന്നമ്മയാടാ എന്ന് നമ്മുടെ ഔത്തുക്കുട്ടിയും പറയാട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് അലീന അപ്പുറത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാൻലി ഒച്ചത്തിൽ എഴുന്നേറ്റ് പറയണ്ട്, എൻ്റെ മകളെ രാജകുമാരിയാ, രാജകുമാരി, 23 വർഷം എന്നിൽ നിന്ന് പിരിഞ്ഞിരുന്ന രാജകുമാരിയാ ഇപ്പം എൻ്റെ മകൾ തിരിച്ചെത്തി. ഇനി എനിക്ക് നല്ലൊരു രാജകുമാരനെ കൊണ്ട് എൻ്റെ മകളെ ഞാൻ വിവാഹം കഴിപ്പിക്കും. നല്ലൊരു ക്രിസ്ത്യൻ പയ്യനെ കൊണ്ട് എൻ്റെ മകളെ ഞാൻ വിവാഹം കഴിപ്പിക്കും. അപ്പച്ച, എൻ്റെ മകളുടെ വിവാഹമേ നാട് മൊത്തം വിളിക്കണം, എല്ലാവരും ക്ഷണിക്കണം. രാജകുമാരുടെ വിവാഹം വളരെ ഗംഭീരമായിട്ട് നടത്തണം. നല്ലൊരു രാജകുമാരനെ കണ്ടുപിടിച്ച് അന്വേഷിച്ച് കൊടുക്കുക വെച്ചാൽ, നല്ല ക്രിസ്ത്യൻ കുടുംബത്തിലെ നല്ലൊരു രാജകുമാരനെ ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇതൊക്കെ കേട്ട് അലീന ഉറങ്ങാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ കിടക്കുക കേട്ടോ. അപ്പച്ചൻ പറയണ്ട്, എടാ മതിയുടെ ലാലിച്ച, വാ ഞാൻ നിന്നെ കൊണ്ട് റൂമിൽ കിടത്താം. അപ്പച്ചൻ പോയി കിടന്നോ, ഞാൻ കുറച്ചു നേരം കൂടി എൻ്റെ മകളുടെ ഭാവി ജീവിതമൊക്കെ സ്വപ്നം കണ്ട് അങ്ങ് കിടക്കട്ടെ അച്ഛ, അങ്ങ് ഉറങ്ങട്ടെ. അവസാനം ഞാൻ ഇവിടെ തന്നെ ഉറങ്ങിക്കോളാം. എൻ്റെ മകളുടെ വിവാഹം എങ്ങനെയാണ് നടക്കേണ്ടതൊക്കെ ഞാൻ കുറച്ച് സ്വപ്നങ്ങളൊക്കെ കാണട്ടെ അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടെ അവിടെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ലാലിച്ചൻ. നമ്മുടെ ഔത്തുക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ പിന്നീട് കിടക്കാൻ വേണ്ടി അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. രാവിലെ നമ്മുടെ അലീന അടുക്കളയിൽ കയറുമ്പോൾ നമ്മുടെ പൗലോസേട്ടനായിട്ട് ചെറിയൊരു കശഭിഷേക്ക് ഉണ്ടാക്കുന്നുണ്ട്. കാരണം പൗലോസേട്ടന് ഇപ്പോഴും സംശയമാണ്, നമ്മുടെ അലീന സ്റ്റാൻലിയുടെ മകൾ തന്നെയാണോ അതോ കള്ളപ്പേരിലും കള്ള ആളും അവിടെ വന്ന് താമസിക്കുകയാണോ എന്നൊക്കെ ഒരു സംശയം. അതിൻ്റെ പേരിൽ നമ്മുടെ അലീനേനെയും അതുപോലെ തന്നെ സ്റ്റാൻലിനെയും സംശയത്തോടെ നോക്കുകയും അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി നോക്കുമ്പോഴേക്കും അലീനയും പൗലോസും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്റ്റാൻലി പറയേണ്ടി,
ഇവിടെ വഴക്കും വക്കാണോ ഒന്നും വേണ്ട, എനിക്കതിലൊന്നും ഇഷ്ടമില്ല, താല്പര്യമില്ല, അതുകൊണ്ട് ഇവിടെ ബഹളമൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ അലീനെ അടുത്ത് പറയുകയാണ് ചെയ്യണത് കേട്ടോ. അതായത് വഴക്ക് തിരുത്തി പറയല്ല ചെയ്യണത്, അവിടെ വഴക്കും കാര്യങ്ങളൊന്നും വേണ്ട, ബഹളം ഉണ്ടാവാൻ പാടില്ല, അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ സ്റ്റാൻലി പറയുന്നുള്ളൂ. അപ്പൊ അങ്ങനെ സ്റ്റാൻലി പറയുമ്പോൾ അലീനയും സ്റ്റാൻലിയും തമ്മിൽ ചെറിയൊരു വഴക്ക് അവിടെ പിന്നെയും ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ആ വഴക്കിന്റെ പേരിൽ അലീനയും സ്റ്റാൻലിയും തമ്മിൽ മിണ്ടാതിരിക്കാട്ടോ ചെയ്യണത്. ശേഷം നമ്മുടെ അപ്പച്ചനാണെന്നുണ്ടെങ്കിൽ അതിലകത്ത് കുട്ടിയാണെന്നുണ്ടെങ്കിൽ അലീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഞാനിന്ന് ഉച്ച കഴിഞ്ഞ് പോകും കേട്ടോ, പുനരൂർക്ക് പോകും എന്ന് പറയാണ്. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, അയ്യോ വല്യപ്പച്ചൻ പോവാണോ, വല്യപ്പച്ചൻ പോയിക്കാനാ, ഞാനിവിടെ ഒറ്റക്കായി പോകുന്ന പോലെ ആയിപ്പോവും എന്ന് പറയാണ്. മോളെ ഞാൻ പോയിട്ട് തിരിച്ചു വരും, നാളെയോ മറ്റന്നാളോ തന്നെ ഞാൻ തിരിച്ചു വരും എന്ന് പറയാണ്. പിന്നെ ഈ പുനരൂർ എന്ന് പറയണത് ഇവിടെ നിന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല, ദേ പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു വരാനും പറ്റും, അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് മോളെ, അതുകൊണ്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ ചിന്നമ്മേനെ വിട്ട് ഞാൻ പോവില്ലായിരുന്നല്ലോ. അതല്ല വല്യപ്പച്ചനെ അറിയാലോ, ഞാനും പപ്പയും തമ്മിൽ വഴക്കാണ്, മിണ്ടില്ല, അല്ല ഞാനും പപ്പയും തമ്മിൽ വഴക്കിട്ട് കഴിഞ്ഞാൽ വല്യപ്പച്ചൻ ആരുടെ കൂടെയാണ് നിൽക്കുക എന്ന് അലീന ചോദിക്കുമ്പോൾ അത് കുട്ടി ഇങ്ങനെ ആലോചിക്കുകയാണ്. ഞാൻ മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലാലിച്ചൻ്റെ കൂടെ നിൽക്കുള്ളൂ, എന്ത് വഴക്കാണെങ്കിലും ഞാൻ ലാലിച്ചനെ സപ്പോർട്ട് ചെയ്ത് ലാലിച്ചൻ്റെ കൂടെ നിൽക്കുള്ളൂ. അപ്പോൾ ഇപ്പോഴും വല്യപ്പച്ചൻ സ്വന്തം മകൻ്റെ കൂടെ നിൽക്കുള്ളൂ അല്ലേ? ഇല്ലില്ല, ഇപ്പം ഞാൻ എൻ്റെ ചിന്നമ്മയുടെ കൂടെ നിൽക്കുള്ളൂ. അപ്പം നമ്മൾ ഒരു ടീമാണല്ലോ അല്ലേ? പിന്നെ ഒരു ടീമാ. അപ്പോൾ വല്യപ്പച്ചൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്കായി പോവില്ലേ? മോളെ ഞാൻ എത്രയും പെട്ടെന്ന് വരാന്നേ, ദേ ഉച്ച കഴിഞ്ഞ് പോകുന്നു, പറ്റുമെങ്കിൽ ഇന്നിനിപ്പോൾ രാത്രി വരാൻ പറ്റുമെന്ന് അറിയില്ല, നാളെയോ മറ്റന്നാളോ തന്നെ വരാം. എന്താ അതുപോലെ? എത്രയും പെട്ടെന്ന് വരണം കേട്ടോ, ഞാൻ കാത്തിരിക്കും. ശരി മോളെ എന്ന് പറയാണ്. അങ്ങനെ എല്ലാവരുടെയും യാത്ര പറഞ്ഞ് നമ്മുടെ അവധുകുട്ടച്ചായൻ തിരിച്ച് പുനലൂർക്ക് പോകാട്ടോ. 2-3 ദിവസത്തെ ചിന്നമ്മയുടെ കൂടെ നിന്നതിന് ശേഷം അവിടെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്, അതുകൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ അപ്പോഴും പുള്ളിക്കാരൻ പോവില്ലായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ വളരെ വിഷമത്തോടെയാണ് പോണത്, അലീന വളരെ വിഷമത്തോടെയാണ് യാത്രയാക്കണത്. അങ്ങനെ പുള്ളിക്കാരൻ പോയി കഴിയുമ്പോഴേക്കും അലീന ശരിക്കും ഒറ്റപ്പെട്ട പോലെ ആയി പോവാട്ടോ. കാരണം ഇത്രയും ദിവസം 2-3 ദിവസം തന്നെ വല്യപ്പച്ചൻ കൂടെ ഉള്ളതുകൊണ്ട് അവിടെ നല്ല രസമായിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും ആ വീട് ഉറങ്ങിയ പോലെയായി, ആരുമില്ല. താനും തൻ്റെ കുറച്ച് നായ്ക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നായ്ക്കളുടെ കൂടെ നടക്കുക, പിന്നീട് അലീന വീണ്ടും അതുപോലെ തന്നെ ആയിട്ടോ. അങ്ങനെ നമ്മുടെ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ തന്നെ നമ്മുടെ പൗലോസ്, നമ്മുടെ എലിസമ്മ എന്നാണ് നമ്മുടെ സ്റ്റാൻലിയുടെ ഭാര്യയുടെ പേര്. എലിസമ്മയ്ക്ക് ഒരു ചേച്ചിയുണ്ട്, റീത്താമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര സാധനം കേട്ടോ, ഭയങ്കര സാധനം വെച്ചാൽ ഒരു വെട്ടൊന്ന് മുറി രണ്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. പിന്നെ ഈ സ്റ്റാൻലി ആയിട്ട് അങ്ങനെ ഒത്തുപോകാത്തൊരു സ്ത്രീയാണ് അവര്. അപ്പൊ അവരുടെ ചെവിയിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ പൗലോസും അവിടുത്തെ ചേട്ടന്മാരൊക്കെ അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് അറിയണമല്ലോ ആരാണെന്ന്, അതൊന്ന് അന്വേഷിക്കണമല്ലോ. അതിനു വേണ്ടി റീത്താമ്മ നമ്മുടെ എലിസമ്മയുടെയും സ്റ്റാൻലിയുടെയും മൂത്ത മകളുണ്ട് ടാനിയ, അവളെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുവാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടറിയാനായിട്ട്. ഈ റീത്താമ്മയും സ്റ്റാൻലിയും തമ്മിൽ എപ്പോഴും വഴക്കാരിക്കോട്ടെ, വാക്കുതർക്കങ്ങളായിരിക്കും. എലിസമ്മയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻലിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിനൊക്കെ തെളിയിച്ചു കൊടുക്കുന്നത് ഈ റീത്താമ്മയാണ്. അപ്പോൾ തന്നെ ആളുടെ സ്വഭാവം മനസ്സിലായല്ലോ. അപ്പോൾ ആ പുള്ളിക്കാരത്തി, അതായത് നമ്മുടെ ഔത്തുകുട്ടി ഇവിടുന്ന് പോയിട്ട് ഉച്ച കഴിയുമ്പോഴേക്കും പോയി, വൈകിട്ട് ആകുമ്പോഴേക്കും ഈ റീത്താമ്മ നമ്മുടെ ഡാനിയനെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് വരുവാണ്, അലീന ആരാണെന്നും എന്താണെന്നൊക്കെ മനസ്സിലാക്കാനും കാണാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗം അടുത്തത് റിവ്യൂ ആയിട്ട് പറയുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.